ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അയിരുകളും ധാതുക്കളും, ഓർസ് ആൻഡ് മിനറൽസ് എന്ന കെമിസ്ട്രിയിലെ ഒരു പ്രധാന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അയിരുകൾ ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സാധാരണയായിട്ട് സംയുക്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സബ്സ്റ്റൻസ് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു. ഉദാഹരണം സ്വർണവും പ്ലാറ്റിനവും. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നു. ഇതിന് ഉദാഹരണമാണ് സ്വർണവും പ്ലാറ്റിനവും ഒക്കെ. പ്രകൃതിയിൽ നിന്നും ഖനനം ചെയ്ത് ലഭിക്കുന്ന മൂലകങ്ങളെയോ അവയുടെ സംയുക്തങ്ങളെയോ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. പ്രകൃതിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന മൂലകത്തെയോ അവയുടെ സംയുക്തങ്ങളെയോ ആണ് നമ്മൾ ധാതുക്കൾ, അതായത് മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഒരു ലോഹം എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുവാണ് അയിര്. ഒരു ലോഹത്തിന്റെ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുവാണ് അതിന്റെ അയിര്, അതായത് ഓറ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. എല്ലാ അയിരും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. പ്രധാനപ്പെട്ട പദങ്ങൾ നോക്കാം. അപദ്രവ്യം, അതായത് ഇംഗ്ലീഷിൽ ഗ്യാങ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണ്? ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്നതും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത മാലിന്യങ്ങളെ അപദ്രവ്യം എന്ന് പറയുന്നു. ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്നതും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുമായിട്ടുള്ള മാലിന്യങ്ങളെ അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ് എന്നാണ് പറയുന്നത്. അടുത്തതായി ഫ്ലെക്സ് എന്നാൽ എന്താണ്? അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന സ്ലാഗ് അതാക്കി മാറ്റാൻ സഹായിക്കുന്ന പദാർത്ഥത്തെ നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുന്നു. എന്താണ്? അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാഗ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന പദാർത്ഥത്തെ ഫ്ലെക്സ് എന്ന് വിളിക്കുന്നു. ഇനി സ്ലാഗ് എന്താണ്? ലോഹ നിഷ്കർഷണ സമയത്ത് രൂപപ്പെടുന്ന മാലിന്യ ഉൽപ്പന്നമാണ് സ്ലാഗ്. ഇത് ലോഹത്തിൽ നിന്നും എളുപ്പത്തിൽ വേർതിരിക്കാം. അപ്പൊ ഇതൊന്ന് നോക്കൂ. ഗ്യാങ്ങിന്റെ കൂടെ ഫ്ലെക്സും കൂടെ ചേർന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് സ്ലാഗ് ലഭിക്കുന്നത്. ഗ്യാങ് ഫ്ലെക്സ് ഈസിക്കൽ ടു സ്ലാഗ്. ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേരുമ്പോഴാണ് സ്ലാഗ് എന്ന സംഭവം ലഭിക്കുന്നത്. അടുത്തത് ലോഹ നിഷ്കർഷണം, മെറ്റലർജിയെ കുറിച്ച് നോക്കാം. ഒരു അയിരിൽ നിന്നും ശുദ്ധമായിട്ടുള്ള ലോഹം വേർതിരിക്കുന്നത് വരെ നടക്കുന്ന എല്ലാ പ്രക്രിയയുടെയും ആകെ പേരാണ് ലോഹ നിഷ്കർഷണം. മെറ്റലർജി എന്നാൽ എന്താണ്? ഒരു അയിരിൽ നിന്നും ശുദ്ധമായിട്ടുള്ള ലോഹം വേർതിരിക്കുന്നത് വരെ നടക്കുന്ന എല്ലാ പ്രക്രിയയും ആകെ പേരിൽ വിളിക്കുന്നത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്നാണ്. പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ നോക്കാം. മെറ്റലർജിയുടെ പല ഘട്ടങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നത്. 3 പ്രധാന ഘട്ടങ്ങളാണ്. ഒന്നാമത്തത് അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ നീക്കം ചെയ്യുന്നതാണ് ഈ പ്രക്രിയ. അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയ എന്ന് വിളിക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ഓർ. രണ്ടാം ഘട്ടം സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹം വേർതിരിക്കൽ. സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹം വേർതിരിക്കൽ. ലോഹത്തെ അതിന്റെ അയിരിൽ നിന്നും വേർതിരിക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് രണ്ടാം ഘട്ടമായി നടക്കുന്നത്. മൂന്നാമതായിട്ട് ലോഹ ശുദ്ധീകരണം, അതായത് റിഫൈനിങ്. ലോഹ ശുദ്ധീകരണം എങ്ങനെയാണ്? ലഭിച്ച ലോഹത്തെ കൂടുതൽ ശുദ്ധമാക്കുന്നു. ലോഹ നിഷ്കർഷണത്തിന്റെ അവസാന ഘട്ടം കൂടിയാണ് മൂന്നാം ഘട്ടമായിട്ടുള്ള റിഫൈനിങ് എന്ന പ്രോസസ്. ഘട്ടം 1, അയിരുകളുടെ സാന്ദ്രണ രീതികളെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ, അതായത് ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ അയിരിന്റെ സാന്ദ്രണം എന്ന് നമ്മൾ പഠിച്ചു.
പ്രധാന രീതികളാണ് ഇനി താഴെ പറയുന്നത്. അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യം ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം. അത് താഴെ പറയുന്ന പ്രക്രിയയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഒന്നാമതായി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ആണ് ഒന്നാമത്തെ സ്റ്റേജ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത്. അതിൻ്റെ തത്വം അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറവായിരിക്കുകയും അയിരിന്റെ സാന്ദ്രത കൂടുതലായിരിക്കുകയും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ജലപ്രവാഹത്തിൽ നമ്മൾ കഴുകിയെടുക്കുന്നത്. ജലപ്രവാഹം ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ഒഴുക്കി നീക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാരം കുറഞ്ഞതിനെ മാത്രം അയിരിന്റെ സാന്ദ്രത കൂടുതലാകുമ്പോൾ മാത്രം ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കുമ്പോൾ ഓക്സൈഡ് അയിരുകളും സ്വർണത്തിന്റെ അയിരുകളും ഒക്കെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിച്ചാണ് സാന്ദ്രീകരിക്കുന്നത്. ഈ രീതി ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നും അറിയപ്പെടുന്നു. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിനെ ഗ്രാവിറ്റി സെപ്പറേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രക്രിയ നോക്കുമ്പോൾ പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ പ്രോസസ്. ഇതിന്റെ തത്വം എന്താണ്? അപദ്രവ്യത്തിന്റെ സാന്ദ്രത കൂടുതലും അയിരിന്റെ സാന്ദ്രത കുറവും ആയിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ പ്രോസസ്. അപദ്രവ്യത്തിന്റെ സാന്ദ്രത കൂടുതൽ അയിരിന്റെ സാന്ദ്രത കുറവും ആയിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പ്ലവന പ്രക്രിയ. ഇതിന്റെ ഉപയോഗം പ്രധാനമായിട്ടും സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രീകരണത്തിനാണ് ഈ ഒരു പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. പ്രധാനമായും സൾഫൈഡ് അയിരിന്റെ സാന്ദ്രീകരണത്തിന് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കുമ്പോൾ സിങ്ക് ബ്ലെൻഡ് Zn,S ചെമ്പ്, ലെഡ് എന്നിവയുടെ സൾഫൈഡ് അയിരുകൾ ഉണ്ടാക്കാൻ പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. സിങ്ക് ബ്ലെൻഡും ചെമ്പും ലെഡും എന്നിവയുടെ സൾഫൈഡ് അയിരുകൾ. അടുത്തത് മൂന്നാമത്തെ പ്രോസസ്സായിട്ട് കാന്തിക വിഭജനത്തെ കുറിച്ചാണ് നോക്കാനുള്ളത്. മാഗ്നറ്റിക് സെപ്പറേഷൻ. തത്വം അയിരിനെയോ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യത്തിനെയോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കുന്നു. അയിരിനോ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിനെങ്കിലും കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് കാന്തിക വിഭജനം ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണങ്ങൾ മാഗ്നറ്റൈറ്റ് സാന്ദ്രമാക്കാൻ ടിൻ സ്റ്റോണിൽ, അതായത് SnO2 എല്ലാം ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനമാണ്. മാഗ്നറ്റൈറ്റ് സാന്ദ്രമാക്കാനും ടിൻ സ്റ്റോണിലും നിന്നും കാന്തിക അപദ്രവ്യമായിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റ് വേർതിരിച്ചെടുക്കാൻ നമ്മൾ കാന്തിക വിഭജനം ഉപയോഗിക്കുന്നു. മാഗ്നറ്റൈറ്റ് സാന്ദ്രമാക്കാൻ ടിൻ സ്റ്റോൺ നിന്നും കാന്തിക അപദ്രവ്യം ആയിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റിനെ വേർതിരിക്കാൻ ഈ പ്രക്രിയ ഉപയോഗിക്കാം. ഇരുമ്പ് അയിരുകളുടെ സാന്ദ്രീകരണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇതേ രീതി തന്നെയാണ്, കാന്തിക വിഭജനം. ഇരുമ്പ് അയിരുകളുടെ സാന്ദ്രീകരണത്തിലും കാന്തിക വിഭജനം ഉപയോഗിക്കുന്നു. നാലാമതായിട്ട് ലീച്ചിങ്. അതിൻ്റെ തത്വം എന്താണ്? അനുയോജ്യമായിട്ടുള്ള ഒരു ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അയിര് മാത്രം ലായനിയിൽ ലയിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് രാസപ്രവർത്തനത്തിലൂടെ ശുദ്ധമായിട്ടുള്ള അയിരും വേർതിരിക്കുന്നു. ലീച്ചിങ് എന്നാൽ അനുയോജ്യമായിട്ടുള്ള ഒരു ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അയിര് മാത്രം ലായനിയിൽ ലയിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് രാസപ്രവർത്തനത്തിലൂടെ ശുദ്ധമായിട്ടുള്ള അയിര് വേർതിരിച്ചെടുക്കുന്നു. ഇതാണ് ലീച്ചിങ്. ഉദാഹരണം നോക്കുമ്പോൾ ബോക്സൈറ്റിനെ സാന്ദ്രമാക്കാൻ ഉപയോഗിക്കുന്നത് ലീച്ചിങ് എന്ന പ്രവർത്തനമാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിക്കാൻ ബെയർ പ്രോസസ് ലീച്ചിങ് ഉപയോഗിക്കുന്നു. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിക്കുന്ന ബെയർ പ്രോസസ്സിൽ ലീച്ചിങ് ഉപയോഗിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട അയിരുകളും അതിൻ്റെ സാന്ദ്രണ രീതിയും നോക്കാം. ടിൻ സ്റ്റോൺ
അതിന് കാന്തിക വിഭജനമാണ് ടിൻ സ്റ്റോണിന് ഉപയോഗിക്കുന്നത്. ബോക്സൈറ്റിന് ഉപയോഗിക്കുന്നതോ ലീച്ചിങ്. ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണ രീതിയാണ് ലീച്ചിങ്. സിങ്ക് ബ്ലെൻഡ് നമ്മൾ പഠിച്ചു, പ്ലവന പ്രക്രിയ. ഇപ്പോൾ നമ്മൾ പഠിച്ച 3 പ്രോസസ്സുകളാണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ടിൻ സ്റ്റോണിന് കാന്തിക വിഭജനം, ബോക്സൈറ്റിന് ലീച്ചിങ്, സിങ്ക് ബ്ലെൻഡിന് പ്ലവന പ്രക്രിയയുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോ അയിരിന്റെയും പ്രത്യേകത, അതിന്റെ അപദ്രവ്യത്തിന്റെ പ്രത്യേകത, അനുയോജ്യമായിട്ടുള്ള സാന്ദ്രണ രീതിയും കൂടി നോക്കാം. സാന്ദ്രത കൂടുതലാണെങ്കിൽ, അയിരിന്റെ പ്രത്യേകതയായിട്ട് സാന്ദ്രത കൂടുതലാണെങ്കിൽ, അപദ്രവ്യത്തിന്റെ പ്രത്യേകത സാന്ദ്രത കുറവുമാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അയിരിന്റെ പ്രത്യേകത സാന്ദ്രത കൂടുതലും അപദ്രവ്യത്തിന് സാന്ദ്രത കുറവും ആണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്രക്രിയ നമ്മൾ ഉപയോഗിക്കുന്നു. അയിരിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അപദ്രവ്യത്തിന് കാന്തിക സ്വഭാവം ഇല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനം. ഒരെണ്ണത്തിനെങ്കിലും കാന്തിക സ്വഭാവം ഉണ്ടായാൽ മതി, കാന്തിക വിഭജനം നമുക്ക് ഉപയോഗിക്കാം. അയിരിന്റെ പ്രത്യേകത സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിരാണെങ്കിൽ, അപദ്രവ്യത്തിൽ സാന്ദ്രത കൂടുതലും ആണെങ്കിൽ നമ്മൾ പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നു. അയിരിന് സാന്ദ്രത കുറവാണെങ്കിലും അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതൽ ആണെങ്കിൽ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ലായനിയിൽ ലയിക്കുന്നത് അലൂമിനിയം അയിരൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് അയിരിന്റെ പ്രത്യേകതയിൽ പറയുമ്പോൾ അപദ്രവ്യ ലായനിയിൽ ലയിക്കാത്തവയും ആണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സാന്ദ്രണ രീതി ലീച്ചിങ്. ഒരെണ്ണമെങ്കിലും, അതായത് അയിര് ലായനിയിൽ ലയിച്ചു, അപ്പോൾ ലീച്ചിങ് രീതി ഉപയോഗിച്ചാണ് നമ്മൾ വേർതിരിക്കുന്നത്. അടുത്തത് ഘട്ടം 2, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. ഇതിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളുണ്ട്. 1, അയിരിനെ ഓക്സൈഡ് ആക്കുന്ന പ്രക്രിയകൾ. അതിലൊന്നാണ് കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ആണ് കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ആണ് കാൽസിനേഷൻ. കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ഓക്സൈഡുകളാക്കി മാറുന്നു. കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ഓക്സൈഡുകളായിട്ട് മാറുന്നു. കാൽസിനേഷൻ സമയത്ത് ജലാംശവും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുപോകുന്നു. കാൽസിനേഷന്റെ സമയത്ത് ജല അംശവും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു പോകുന്നു. ഇതാണ് ഒന്നാമത്തെ രീതി, കാൽസിനേഷൻ. ഇതിന് ഉദാഹരണം എന്താ കൊടുത്തിരിക്കുന്നു? ZnCO3 gives ZnO plus CO2. അതേപോലെ AlOH3 gives Al2O3 plus H2O. ഇത് രണ്ടുമാണ് കാൽസിനേഷന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അയിരിനെ ഓക്സൈഡ് ആക്കുന്ന പ്രക്രിയയിൽ ഒന്നാണ് കാൽസിനേഷൻ. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ZnCO3 gives ZnO plus CO2. AlOH3 gives Al2O3 plus H2O. ഇനി രണ്ടാമത്തെ രീതിയായിട്ട് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്താണ്? വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ആണ് റോസ്റ്റിംഗ്. വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ റോസ്റ്റിംഗ്. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറുന്നു. ഇതൊരു ഉദാഹരണമാണ്. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറുന്നു. റോസ്റ്റിംഗ് സമയത്ത് ജല അംശവും, അതായത് SO2വും സൾഫർ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള SO2വും പോലുള്ള വാതകങ്ങൾ പുറത്തു പോകുന്നു. ഉദാഹരണത്തിന് Cu2S അയിരിനെ റോസ്റ്റിംഗ് ചെയ്താൽ Cu2O ആയിട്ട് മാറുന്നു. ഉദാഹരണം പറഞ്ഞ കണ്ടോ? Cu2S. അതിനെ നമുക്ക് റോസ്റ്റിംഗ് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്നും സൾഫൈഡ് മാറിയിട്ട് Cu2O ആയിട്ട് മാറുന്നു. റോസ്റ്റിംഗ് സമയത്ത് ജലാംശവും SO2 സൾഫർ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറത്തു പോകുന്നു. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. Cu2S gives, അതിനെ റോസ്റ്റിംഗ് ചെയ്താൽ Cu2O ആയിട്ട് മാറുന്നു.
ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം എന്ന രണ്ടാമത്തെ പ്രക്രിയ നോക്കാം. അതായത് റിഡക്ഷൻ പ്രോസസ്. ഓക്സൈഡ് ആക്കിയ അയിരിനെ നിരോക്സീകരിക്കണം. അതെങ്ങനെയാണ്? ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ ആണ് ഇത്. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ റിഡക്ഷൻ. ഇതിനായിട്ട് വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകരണ പദാർത്ഥങ്ങളായിട്ട് റെഡ്യൂസിങ് ഏജന്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു? വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നിവയാണ് നിരോക്സീകരണ പദാർത്ഥങ്ങൾ. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പഠിച്ചു വെച്ചേക്കണം. വൈദ്യുതി, കാർബൺ, കാർബൺ മോണോക്സൈഡ് എന്നിവ ഉപയോഗിക്കുന്നു. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലുമിനിയം, ഇവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയെ വൈദ്യുതി വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് എന്നാണ് വിളിക്കുന്നത്. ക്രിയാശീലം കൂടിയ ലോഹമായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം ഇവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയ വൈദ്യുതി വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് എന്നാണ് വിളിക്കുന്നത്. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്കാണ് വൈദ്യുതി വിശ്ലേഷണം. ഇനി ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളായിട്ടുള്ള ഇരുമ്പ്, സിങ്ക്, ലെഡ് ഇവയെ വേർതിരിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നു. ക്രിയാശീലം കുറഞ്ഞ ലോഹമായിട്ടുള്ള ഇരുമ്പിനെയും സിങ്കിനെയും ലെഡിനെയൊക്കെ വേർതിരിക്കാൻ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. ഘട്ടം 3, ലോഹ ശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ലോഹ ശുദ്ധീകരണത്തെ കുറിച്ച് നോക്കുമ്പോൾ നിരോക്സീകരണത്തിലൂടെ ലഭിക്കുന്ന ലോഹത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ ആണ് ലോഹ ശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. നിരോക്സീകരണത്തിലൂടെ ലഭിക്കുന്ന ലോഹത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. പ്രധാന ശുദ്ധീകരണ രീതികൾ നോക്കുമ്പോൾ ഉരുക്കി വേർതിരിക്കൽ, ലിക്വിനേഷൻ ഒന്നാമത്തെ പ്രക്രിയയാണ്. ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ. ടിൻ, ലെഡ് തുടങ്ങിയ കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ലിക്വേഷൻ, ഉരുക്കി വേർതിരിക്കലാണ്. ലോഹത്തെ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ഉരുകി താഴേക്ക് ഒഴുകുകയും അപദ്രവ്യങ്ങൾ അവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. ഇതാണ് ലിക്വേഷൻ രീതി. ദ്രവണാങ്കത്തിന്റെ വ്യത്യാസമാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഉരുക്കി വേർതിരിക്കൽ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നോക്കേണ്ടത് എന്താണ്? ടിന്ന്, ലെഡ് തുടങ്ങിയ കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഉരുക്കി വേർതിരിക്കൽ. ലോഹത്തെ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ഉരുകി താഴേക്ക് ഒഴുകുകയും അപദ്രവ്യങ്ങൾ അവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. ദ്രവണാങ്കത്തിലെ വ്യത്യാസമാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പ്രക്രിയ, രണ്ടാമതായിട്ട് സ്വേദനം, അതായത് ഡിസ്റ്റിലേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസ്റ്റിലേഷൻ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. എന്താണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ കുറഞ്ഞ തിളനിലയിലുള്ള ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ലോഹത്തെ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പമായിട്ട് മാറുന്നു. പിന്നീട് ഈ ബാഷ്പത്തെ ഘനീഭവിച്ച് ശുദ്ധലോഹം ശേഖരിക്കുന്നു. എന്താണ്? ലോഹത്തെ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പമായിട്ട് മാറുന്നു. പിന്നീട് ഈ ബാഷ്പത്തെ ഘനീഭവിപ്പിച്ച് ശുദ്ധലോഹം ശേഖരിക്കുന്നു. തിളനിലയിലെ വ്യത്യാസമാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. സ്വേദനം ഉപയോഗിക്കുന്നത് തിളനിലയിലെ വ്യത്യാസം ഉപയോഗിച്ചിട്ട്, ഉരുക്കി വേർതിരിക്കൽ ഉപയോഗിക്കുന്നത് ദ്രവണാങ്കത്തിലെ വ്യത്യാസം എന്ന അടിസ്ഥാനത്തെ വെച്ചിട്ടാണ്. അടുത്ത മൂന്നാമത്തെ രീതിയായിട്ട് ഇലക്ട്രോളൽ റിഫൈനിങ്, അതായത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഇലക്ട്രോറൽ റിഫൈനിങ് ലോഹത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധമാക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഇലക്ട്രോറൽ റിഫൈനിങ്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ലോഹങ്ങളെ ഏറ്റവും കൂടുതൽ ശുദ്ധമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോറൽ റിഫൈനിങ് ആണ്. ഇതിൽ കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നു. കാഥോഡിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ശുദ്ധലോഹം അതിൽ ലഭിക്കുന്നു. ആനോഡിനെ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നു. ഇത് അപദ്രവ്യങ്ങൾ അടങ്ങിയ ലോഹമായിട്ട് മാറുന്നുണ്ട്.
ആനോഡ് അപദ്രവ്യം അടങ്ങിയ ലോഹമാണ്. കാഥോഡ് ശുദ്ധലോഹവുമാണ്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ശുദ്ധീകരിക്കേണ്ട ലോഹത്തിന്റെ ലവണ ലായനി. ശുദ്ധീകരിക്കേണ്ട ലോഹത്തിന്റെ ലവണ ലായനിയെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിൽ നമുക്ക് ശുദ്ധജലവും ശുദ്ധലോഹവും, ആനോഡിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ആനോഡിൽ അപദ്രവ്യം അടങ്ങിയിട്ടുള്ള ലോഹവും നമുക്ക് നിക്ഷേപിച്ച് കിട്ടുന്നുണ്ട്. കോപ്പറിന്റെ ശുദ്ധീകരണം. കോപ്പർ ശുദ്ധീകരിക്കാൻ നമ്മൾ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയിൽ ആനോഡിന്റെ താഴെ അടിഞ്ഞുകൂടിയ മാലിന്യത്തെ ആനോഡ് മഡ് എന്ന് വിളിക്കുന്നു. ഇതിൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ വിലപിടിപ്പുള്ള ലോഹങ്ങൾ കാണപ്പെടാം. കോപ്പറിനെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പ്രക്രിയയിൽ ആനോഡിന്റെ താഴെ അടിഞ്ഞുകൂടുന്ന മാലിന്യത്തെ ആനോഡ് മഡ് എന്ന് വിളിക്കുന്നു. ഇതിൽ നമുക്ക് സ്വർണത്തെയും വെള്ളിയെയും പ്ലാറ്റിനം തുടങ്ങിയ വിലപിടിപ്പുള്ള ലോഹങ്ങളെ കാണാൻ പറ്റുന്നതാണ്. പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും വസ്തുതകളും നോക്കാം. ഒന്നാമതായി അലൂമിനിയം. അലൂമിനിയത്തിന്റെ അയിര് എന്താണ്? അലൂമിനിയത്തിന്റെ അയിര് നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്നുണ്ട്, ബോക്സൈറ്റ്. അലൂമിനിയം ബോക്സൈറ്റുമാണ്. അതേപോലെ ക്രയോലൈറ്റ് ഉണ്ട്. അലൂമിനിയത്തിന്റെ അയിരുകളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. പ്രധാനപ്പെട്ട അയിര് ബോക്സൈറ്റ് തന്നെയാണ്. ഇത് വേർതിരിക്കുന്നത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. ബോക്സൈറ്റിനെ വേർതിരിക്കുന്നത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. അലൂമിനിയം പഠിച്ചല്ലോ, ബോക്സൈറ്റും ക്രയോലൈറ്റും. ബോക്സൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഇതിനെ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ചിട്ടാണ് വേർതിരിക്കുന്നത്. രണ്ടാമതായി യുറേനിയം. യുറേനിയത്തിന്റെ അയിര് എന്താണ്? യുറേനിയത്തിൻ്റെത് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. അതേപോലെ കാർണോട്ടൈറ്റ്. യുറേനിയത്തിന്റെ അയിരുകളാണ് പിച്ച് ബ്ലെൻഡും കാർണോട്ടൈറ്റും. ആണവ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയത്തിന്റെ അയിരുകളാണ്. ആണവ റിയാക്ടേഴ്സിൽ നമ്മൾ ഇന്ധനമായിട്ട് ഇതിനെ ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുറേനിയം ഖനികൾ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുറേനിയം ഖനികൾ ജാർഖണ്ഡിലാണ്. അടുത്തതായി ടൈറ്റാനിയം. ടൈറ്റാനിയത്തെ കുറിച്ച് നോക്കുമ്പോൾ ടൈറ്റാനിയത്തിന്റെ ഓറുകളാണ് ഇൽമനൈറ്റും റൂട്ടൈലും. ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിന്റെ അയിരുകളാണ്. കേരളത്തിലെ കടൽ തീരത്തിൽ മണലിൽ ഇൽമനൈറ്റ് ധാരാളമായിട്ട് കാണപ്പെടുന്നു. കേരളത്തിലെ കടൽ തീരത്തെ മണലിൽ നിന്നും നമുക്ക് ഇൽമനൈറ്റിനെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഭാരം കുറവും ശക്തി കൂടുതലുമുള്ള ഒരു ലോഹമാണ് ടൈറ്റാനിയമായിട്ട് ഉള്ളത്. ഭാരം കുറവും ശക്തി കൂടുതലുമാണ് ടൈറ്റാനിയത്തിന്. അടുത്തതായി മെർക്കുറിയെ കുറിച്ച് നോക്കാം. മെർക്കുറി എന്ന ലോഹത്തിന്റെ അയിരാണ് സിന്നബാർ. മെർക്കുറി സിന്നബാർ ആണ്. സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഏക ലോഹമാണ് മെർക്കുറി. സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഏക ലോഹം മെർക്കുറിയാണ്. അടുത്തതായി സിങ്ക്. സിങ്കിന്റെ എന്താണ്? സിങ്കിന്റെ അയിര് കലാമിൻ. സിങ്ക് കലാമിൻ. അതേപോലെ സിങ്ക് ബ്ലെൻഡും വരുന്നുണ്ട്. സിങ്കിന്റെ അയിരുകളാണ് കലാമിനും സിങ്ക് ബ്ലെൻഡും. പിന്നെ സിൻസൈറ്റ്. സിങ്കിന്റെ അയിരുകൾ കലാമിൻ, സിങ്ക് ബ്ലെൻഡ്, സിൻസൈറ്റുമാണ്. ഇരുമ്പിനെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതെന്താണ് വിളിക്കുന്നത്? ഗാൽവനൈസേഷൻ. ഇരുമ്പിനെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയെ ഗാൽവനൈസേഷൻ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഗാൽവനൈസേഷൻ എന്നാൽ എന്താണ്? ഇരുമ്പിനെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ്. സിങ്കിന്റെ അയിരുകൾ എന്തൊക്കെയാണ്? കലാമിനും സിങ്ക് ബ്ലെൻഡും സിൻസൈറ്റുമാണ്. അടുത്തതായി നിക്കൽ. നിക്കലിന്റെ അയിരാണ് പെൻഡാലാൻഡൈറ്റ് ആണ് നിക്കലിന്റെ അയിര്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് നിക്കലിന്റെ അയിരായിട്ടുള്ള പെൻഡാലാൻഡൈറ്റ് ആണ്. പെൻലാൻഡൈറ്റ് ആണ് നിക്കലിന്റെ അയിര്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിച്ചു വരുന്നു. അടുത്തതായി തോറിയം. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ് ആണ്. കേരളത്തിന്റെ കടൽ തീര മണലിൽ മോണോസൈറ്റിനെയും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. കേരളത്തിലെ
കടൽ തീരമണലിൽ മോണോസൈറ്റ് ധാരാളമായിട്ടുണ്ട്. ഇന്ത്യയിൽ തോറിയം നിക്ഷേപം കൂടുതലായിട്ടുണ്ട്. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. കടൽ തീരത്തിൽ, കേരള കടൽ തീരത്തിലും പിന്നെ ഇന്ത്യയിൽ തോറിയം നിക്ഷേപം ധാരാളം കാണപ്പെടുന്നുണ്ട്. അടുത്തതായി സോഡിയത്തിന്റെ അയിരാണ് റോക്ക് സാൾട്ടും ചൈൽ സാൾട്ട് പീറ്ററുമാണ്. ചിലി സാൾട്ട് പീറ്റർ, റോക്ക് സാൾട്ട്, അതേപോലെ ചിലി സാൾട്ട് പീറ്റർ, അതേപോലെ ബൊറാക്സ് എന്നിവയാണ് സോഡിയത്തിന്റെ അയിരുകൾ. റോക്ക് സാൾട്ട്, ചിലി സാൾട്ട് പീറ്റർ, ബോറാക്സ് എന്നിവയാണ് സോഡിയത്തിന്റെ അയിരുകൾ. വളരെ ക്രിയാശീലമുള്ള ലോഹമായതിനാൽ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടില്ല. വളരെയധികം ക്രിയാശീലമുള്ള ലോഹമാണ് സോഡിയത്തിന്റെ അയിരുകൾ. അതുകൊണ്ട് പ്രകൃതിയിൽ ഇവയെ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടില്ല. അടുത്തതായി ഇരുമ്പ്, അയണിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്, അതേപോലെ സിഡറൈറ്റ് എന്നിവ. ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റ്സും സിഡറൈറ്റും. ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്, സിഡറൈറ്റും. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പയിരാണ് ഹേമറ്റൈറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഇരുമ്പയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്നത് മാഗ്നറ്റൈറ്റിലുമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്നത് മാഗ്നറ്റൈറ്റിലാണ്. അടുത്തതായി ലെഡ് അല്ലെങ്കിൽ കർത്തീയത്തെ കുറിച്ച് നോക്കാം. ലെഡിനെയാണ് നമ്മൾ കർത്തീയം എന്നും വിളിക്കുന്നത്. ലെഡിന്റെ അയിരാണ് ഗലീന. അതേപോലെ സെറൂസൈറ്റും ഗലീനയുമാണ് ലെഡിന്റെ അയിരുകൾ. ലെഡിന്റെ പ്രധാന അയിര് ഗലീന തന്നെയാണ്. ലെഡിന്റെ അയിരുകളാണ് ഗലീന, സെറൂസൈറ്റ്. അടുത്തതായി ചെമ്പ് അഥവാ കോപ്പർ. ചെമ്പിന്റെ അയിരാണ് ചാൽക്കോലൈറ്റ് ആണ് ചെമ്പിന്റെ അയിര്. അതേപോലെ മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കുപ്രൈറ്റ് എന്നിവയെല്ലാം ചെമ്പിന്റെ അയിരുകളാണ്. മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കുപ്രൈറ്റ് എന്നിവയാണ് ചെമ്പിന്റെ അയിരുകൾ. ചെമ്പിന്റെ പ്രധാനപ്പെട്ട അയിര് ചാൽക്കോലൈറ്റ് ആണ് ചെമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു അയിര്. ഇത് ശുദ്ധീകരിക്കുന്നത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. ചാൽക്കോലൈറ്റിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. അടുത്തതായി മഗ്നീഷ്യത്തിന്റെ അയിരാണ് മാഗ്നസൈറ്റ് ആണ് മഗ്നീഷ്യത്തിന്റെ അയിര്. ഡോളമൈറ്റും ഉണ്ട്. മഗ്നീഷ്യം കത്തിക്കുമ്പോൾ തിളക്കമുള്ള വെളുത്ത പ്രകാശം നൽകുന്നു. മഗ്നീഷ്യത്തിന്റെ അയിരുകളെ നമ്മൾ പഠിച്ചു, മാഗ്നസൈറ്റും ഡോളമൈറ്റുമാണ്. ഇനി ഒരു പോയിന്റ് ആയിട്ട്, മഗ്നീഷ്യം കത്തിക്കുമ്പോൾ തിളക്കമുള്ള വെളുത്ത പ്രകാശം നൽകുന്നു. അടുത്തതായി ടിൻ അല്ലെങ്കിൽ വെളുത്തീയത്തെ കുറിച്ച് നോക്കാം. ടിന്നിനെയാണ് വെളുത്തീയം എന്നും വിളിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ലെഡിനെ കർത്തീയം എന്ന് വിളിക്കുമ്പോൾ ടിന്നിനെ നമ്മൾ വെളുത്തീയം എന്നാണ് വിളിക്കുന്നത്. ടിന്നിന്റെ അയിരാണ് കാസിറ്ററൈറ്റ് എന്നതാണ് ടിന്നിന്റെ അയിര്. അടുത്തതായി കാൽസ്യത്തിന്റെ അയിരാണ് ഡോളമൈറ്റ് ആണ് കാൽസ്യത്തിന്റെ അയിര്. അതേപോലെ ചുണ്ണാമ്പ് കല്ലും, അതായത് ലൈം സ്റ്റോണും വരുന്നുണ്ട്, ജിപ്സം വരുന്നുണ്ട്. കാൽസ്യത്തിന്റെ അയിരുകളാണ് ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം. സിമന്റ് നിർമ്മാണത്തിൽ ചുണ്ണാമ്പ് കല്ല് ഒരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ചുണ്ണാമ്പ് കല്ലാണ്. ഇത് അതിൽ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ഉപയോഗിക്കുന്നത്. സിമന്റ് നിർമ്മാണത്തിൽ ചുണ്ണാമ്പ് കല്ലൊരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. കാൽസ്യത്തിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ജിപ്സം. മറ്റ് പ്രധാനപ്പെട്ട ലോഹങ്ങളും അയിരുകളും പെട്ടെന്ന് നോക്കാം. ആന്റിമണി, അത് സ്റ്റിപ്നൈറ്റിന്റെ ആണ് ആന്റിമണി. അതായത് അടുത്തതായി ലിഥിയത്തിൻ്റെത് പെറ്റാലൈറ്റ്. ബാറ്ററിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് പെറ്റാലൈറ്റ്. ഇത് ലിഥിയത്തിന്റെ അയിരാണ്. അടുത്തതായി പൊട്ടാസ്യത്തിന്റെ അയിരാണ്
കാർണലൈറ്റ് എന്നതാണ് പൊട്ടാസ്യത്തിന്റെ അയിര്. വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യത്തിന്റെ അയിരായിട്ടുള്ള കാർണലൈറ്റ് ആണ്. അടുത്തതായി ബേരിയത്തിന്റെ അയിര് ബേറൈറ്റ് ആണ്, ബറൈറ്റ്. എക്സ്റേ പരിശോധനയിൽ ഉപയോഗിക്കുന്നത് ബറൈറ്റ് ആണ്, ബേരിയത്തിന്റെ അയിരായിട്ടുള്ള ബറൈറ്റ്. അടുത്തതായി പ്ലാറ്റിനത്തിന്റെ അയിരാണ് സ്പെറിലൈറ്റ് ആണ് പ്ലാറ്റിനത്തിന്റെ അയിര്. പിന്നീട് സിൽവറിന്റെ അയിര് അർജന്റൈറ്റ്. പ്ലാറ്റിനത്തിന്റെ അയിര് സ്പെറിലൈറ്റ് ആണ്, ബേരിയത്തിന്റെ അയിര് ബറൈറ്റ് ആണ്, പൊട്ടാസ്യത്തിന്റെ അയിര് കാർണലൈറ്റ് ആണ്, ലിഥിയത്തിന്റെ അയിര് പെറ്റാലൈറ്റ് ആണ്, ആന്റിമണി സ്റ്റിബ്നൈറ്റിന്റെയും ആണ്. ലാസ്റ്റ് ക്രോമിയത്തിന്റെ അയിര് ക്രോമൈറ്റ് ആണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ക്രോമൈറ്റ് എന്ന ക്രോമിയത്തിന്റെ അയിര്. ഒന്ന് പെട്ടെന്ന് റിവിഷൻ നോക്കാം. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. നമ്മൾ പഠിച്ച മൊത്തം പെട്ടെന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് മാത്രം. അലുമിനിയം ബോക്സൈറ്റ്. ഇരുമ്പ് ഹേമറ്റൈറ്റ് മലക്കൈറ്റും എല്ലാം ഉണ്ട്. ഇരുമ്പ് ഹേമറ്റൈറ്റ്. ചെമ്പ് എന്താണ്? ചാൽക്കോലൈറ്റ് ചെമ്പാണ്, ചെമ്പ് ചാൽക്കോലൈറ്റ്. ലെഡ് ഗലീന. ടിൻ കാസിറ്ററൈറ്റ് ആണ്, സിങ്ക് ബ്ലെൻഡ് ആണ്, സിങ്കിന്റെ അയിര് സിങ്ക് ബ്ലെൻഡ് ആണ്. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ് ആണ്. ക്രോമിയത്തിന്റെ അയിര് ക്രോമൈറ്റ് ആണ്, ക്രോമൈറ്റ് ആണ്. സിൽവറിന്റെ അയിര് അർജന്റൈറ്റ്. പ്ലാറ്റിനത്തിന്റെ അയിരാണ് സ്പൈറലൈറ്റ്. യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിന്റെ അയിര് പിച്ച് ബ്ലെൻഡ് ആണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി അയിരുകളും ധാതുക്കളും എന്ന ഈ ഒരു വലിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സ് ഒക്കെ എന്നെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും ശ്രമിക്കണേ. ഇതേപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.